എല്ലാവർക്കും നമസ്കാരം. സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. അതായത് ടൈം ഓഫ് സപ്ലൈ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ജി എസ് ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് എന്താണെന്ന് അറിയണം അല്ലേ. ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ജി എസ് ടി എന്താണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ജി എസ് ടി എപ്പോഴാണ് ഇമ്പോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ടാക്സ് ലയബിലിറ്റി, ഒരു റെസിപ്പിയൻറ്റിന് ടാക്സ് ലയബിലിറ്റി എപ്പോഴാണ് ഉണ്ടാവുന്നത് എന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്യണമെങ്കിൽ എന്തറിയണം? ടൈം ഓഫ് സപ്ലൈ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ജി എസ് ടി എപ്പോഴാണ് ചാർജ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുന്നത്. അതിൽ ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അത് ഫോർവേഡ് ചാർജിൻ്റെ നോർമൽ മെക്കാനിസം അല്ലെങ്കിൽ ഫോർവേഡ് ചാർജിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഫോർവേഡ് ചാർജിൽ എന്താണ്? സപ്ലയർ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് ആ ടാക്സ് എമൗണ്ട് മേടിക്കുന്നു, സപ്ലയർ തന്നെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. അതാണ് ഫോർവേഡ് ചാർജ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈം ഓഫ് സപ്ലൈ ഗുഡ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ഫോർവേഡ് ചാർജിൽ ടൈം ഓഫ് സപ്ലൈ ഇൻ ഗുഡ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുന്നത് ഏർലിയസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഡേറ്റ് ആണ്. ഓക്കെ, താഴെ പറയുന്ന കുറച്ച് ഡേറ്റുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഇവൻറ്റുകൾ പറയുന്നുണ്ട്. ആ ഇവൻറ്റ്സ് നടക്കുന്ന സമയത്തിൽ ഏറ്റവും ആദ്യം നടക്കുന്നത് ഏതാണ്, ആ ഡേറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് നമുക്ക് നോക്കാം. ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ് ഫോർവേഡ് ചാർജ് സെക്ഷൻ 12 സബ്സെക്ഷൻ 2ലാണ് പറയുന്നത്. ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ് ഷാൾ ബി ദി ഏർലിയർ ഓഫ് ദി ഫോളോയിങ് ഡേറ്റ്സ്. എന്താണ് പറയുന്നത്? താഴെ പറയുന്നവയിൽ ഏറ്റവും ആദ്യം നടക്കുന്ന ഡേറ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഏതാണോ സംഭവിക്കുന്നത് ആ ഡേറ്റാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ എന്താ? ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. സപ്ലയർ എപ്പോഴാണോ റെസിപ്പിയൻറ്റിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഇൻവോയ്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ഇപ്പോൾ കടയിൽ പോയാൽ നമുക്ക് സാധനം വാങ്ങിയ ബില്ല് കിട്ടും. അതേപോലെ ഇൻവോയ്സ്, അതാണ് ഇൻവോയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സ്, അതാണ് ഡേറ്റ്. അതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. രണ്ടാമത്, ദി ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഈസ് റിക്വയർഡ് ടു ബി ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് വിത്ത് റെസ്പെക്ട് ടു ദി സപ്ലയർ. ഒരു സപ്ലൈയുമായി ബന്ധപ്പെട്ട് ഒരു സപ്ലയർ റെസിപ്പിയൻറ്റിൻ്റെ സാധനം കൈമാറി, എന്നാൽ അതിൻ്റെ ഇൻവോയ്സ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണോ ആ ഡേറ്റാണ് ഇവിടെ രണ്ടാമത്തെ കേസ് പറയുന്നത്. ദി ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഈസ് റിക്വയർഡ് ടു ബി ഇഷ്യൂ ഇൻവോയ്സ്. ഇപ്പോഴാണോ ഇൻവോയ്സ് കൊടുക്കേണ്ടത്, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, അതാണ് സെക്കൻഡ് നമ്മൾ എടുക്കേണ്ടത്. മൂന്നാമത് സി ഏതാ? ദി ഡേറ്റ് ഓഫ് വിച്ച് ദി സപ്ലയർ റിസീവ്സ് പേയ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി സപ്ലൈ. എപ്പോഴാണ് നമ്മുടെ സപ്ലയർക്ക് റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്നത്. നമ്മൾ സാധനം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടണം അല്ലേ. അപ്പോൾ അതാർക്കാണ് കിട്ടേണ്ടത്? ഫോർവേഡ് ചാർജിൽ നമ്മുടെ സപ്ലയർക്കാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഗുഡ്സ് ആർക്ക് കിട്ടും? റെസിപ്പിയൻറ്റിന് കിട്ടും. അപ്പോൾ സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഡേറ്റ് എന്നാണോ അതാണ് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനിൽ ഏതാണോ ആദ്യം നടക്കുന്നത്, അല്ലെങ്കിൽ ഏതാണോ ആദ്യത്തെ ഡേറ്റിൽ സംഭവിക്കുന്നത്, അതാണ് എന്തായിട്ട് കണക്കാക്കുക? ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ് ആയിട്ട് കണക്കാക്കുക. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സ്, എപ്പോഴാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ്. രണ്ടാമത്തെ എന്താ? ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സ്, എന്താണ്? എപ്പോഴാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അത്. മൂന്നാമത്തെ എന്താ? ഡേറ്റ് ഓഫ് വിച്ച് ദ സപ്ലയർ റിസീവ്സ് ദ പേയ്മെൻറ്റ്. എപ്പോഴാണോ സപ്ലയർക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ്. ഈ മൂന്ന് ഡേറ്റിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അത് നമ്മൾ എടുക്കുന്നു. ഇനി കുറച്ച് ടാക്സ് പോയിൻ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, അത് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഒരു സപ്ലയർക്ക് 10,000 രൂപയുടെ സാധനം എ എന്ന് പറയുന്ന സപ്ലയർ ബി എന്ന് പറയുന്ന റെസിപ്പിയൻറ്റിന് 10,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. അപ്പോൾ നമ്മുടെ റെസിപ്പിയൻറ്റ് ആ എന്താ പറയുക സാധനങ്ങളുടെ നൽകിയതിൻ്റെ പകരമായിട്ട് 10,500 രൂപ ആർക്ക് അയച്ചു കൊടുത്തു? സപ്ലയർക്ക് കൊടുത്തു.
എ ബിക്ക് എന്ത് കൊടുത്തു, സാധനങ്ങൾ വിറ്റു. എത്ര രൂപയുടെ സാധനങ്ങളാണ്? 10,000 രൂപയുടെ സാധനങ്ങളാണ് വിറ്റത്. പക്ഷേ ബി പകരമായിട്ട് എക്ക് എത്ര കൊടുത്തു? 10,500 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. 10,000 രൂപയുടെ സാധനത്തിന് പകരം 10,500 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ 500 രൂപ എന്ന് പറയുന്നത് എന്താണ്? എസ് എമൗണ്ടാണ്. ശരിക്കും അവിടെ 10,000 രൂപയെ കിട്ടേണ്ടു, പക്ഷേ 10,500 കിട്ടി. അധികം 500 രൂപ എക്സസ് എമൗണ്ട് കിട്ടി. അങ്ങനെ കിട്ടിയെങ്കിൽ, അങ്ങനെ കിട്ടുന്ന കേസിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ 1000 രൂപയ്ക്കുള്ളിലാണ് നമ്മുടെ കിട്ടുന്ന എമൗണ്ട് എന്നുണ്ടെങ്കിൽ, എക്സസ് എമൗണ്ട് 1000 രൂപയ്ക്ക് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് കണക്കാക്കുന്നത് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഇൻവോയ്സ് ഡേറ്റ് ആണ്. അപ്പോൾ പിന്നീട് എപ്പോഴാണോ ഇതേപോലെ സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഡേറ്റിലാണ് എന്ത് കാണുക? ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുക. എന്നാൽ നേരെ മറിച്ച് എന്താണ്? ആ സാധനങ്ങളുടെ വില 1000 രൂപയേക്കാൾ കൂടുതലാണ്. സാധനങ്ങളുടെ വിലയല്ല, സാധനങ്ങൾക്ക് മുകളിൽ കിട്ടിയ എസ് എമൗണ്ട്. ഓക്കെ, എസ് ആയിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട്. ഇപ്പോൾ ഈ കേസിൽ 500 രൂപയാണ് എസ്. അതേപോലെ 1000 രൂപയ്ക്ക് കൂടുതലാണ്. ഇപ്പോൾ 10,000-ത്തിന് പകരം അയാൾ 12,000 രൂപയാണ് തന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 2,000 രൂപ എസ് ആണ്. ഓക്കെ, അപ്പോൾ അത് 1000 രൂപയ്ക്ക് മുകളിലല്ലേ? അങ്ങനെയെങ്കിൽ ആ 2,000 രൂപ എന്നുള്ളത് പറയുന്ന അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴായിരിക്കും? അതേ ഇൻവോയ്സ് ഡേറ്റ് എപ്പോഴാണോ ടൈം ഓഫ് സപ്ലൈ വരുന്നത്, സാധാരണ എപ്പോഴാണോ ടൈം ഓഫ് സപ്ലൈ വരുന്നത് ആ മന്ത് തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കേണ്ടു. 1000 രൂപയ്ക്ക് താഴെയാണ് എസ് എമൗണ്ട് എങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്തിലാണ് കണക്കാക്കുക. അല്ല 1000 രൂപയ്ക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ അതേ മാസം തന്നെ കണക്കാക്കുക. അത്ര പറയുള്ളൂ. ഇനി അതേപോലെ ഡേറ്റ് ഓൺ വിച്ച് സപ്ലൈ റിസീവ്സ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സംഭവം പഠിച്ചു. അപ്പോൾ സപ്ലൈയർക്ക് എന്നാണോ പേയ്മെൻറ്റ് കിട്ടുന്നത് അതിൽ 2 ഡേറ്റ് പറയും. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ 2 ഡേറ്റ് പറയാം. അപ്പോൾ അങ്ങനെ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ റിസീവ്സ് പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളായി നോക്കണം. ഒന്ന്, വിച്ച് ദി പേയ്മെൻറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. എപ്പോഴാണോ സപ്ലയർ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നത്. ഓക്കെ, ബുക്കിൽ എപ്പോഴാണ് ബുക്സിൽ എപ്പോഴാണ് എഴുതി വെക്കുന്നത്, ആ റെക്കോർഡ് ചെയ്യുന്നത് ആ ഡേറ്റും. അതേപോലെ തന്നെ വിച്ച് പേയ്മെൻറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഹിസ് ബാങ്ക് അക്കൗണ്ട്. എപ്പോഴാണോ ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നത് ആ ഡേറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 ഡേറ്റ് കൂടി ഈ റിസീവ്സ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ടൈം ഓഫ് സപ്ലൈയിൽ 3ാമത്തെ പോയിൻ്റാണ് പഠിച്ചത്. എന്താണ്? ഡേറ്റ് ഓൺ വിച്ച് സപ്ലൈയർ റിസീവ്സ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റ് ഉണ്ട്. ആ റിസീവ്സ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദി ഡേറ്റ് വിച്ച് ദി പേയ്മെൻറ്റ് എൻറ്റേർഡ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി സപ്ലയർ, ഓർ അല്ലെങ്കിൽ എന്തായിരിക്കാം? ദി പേയ്മെൻറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദി ബാങ്ക് അക്കൗണ്ട് ഓഫ് ദി സപ്ലയർ വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പോൾ ഈ 2 ഏതാണോ മുന്നിലുള്ള ഡേറ്റ് അതാണ് എടുക്കുക. ഓക്കെ, അതാണ് 3ാമത്തെ കേസിൽ എടുക്കുക. നമ്മളൊരു പ്രോബ്ലം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി ടാക്സ് ഇൻവോയ്സിനെ കുറിച്ച് സെക്ഷൻ 31 പറഞ്ഞിട്ടുണ്ട്. ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു കോളത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ നോക്കാം. വേർ ദി സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സിൽ മൂവ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു സാധനം നമ്മൾ ഒരു സപ്ലൈയർ റെസിപ്പിയൻ്റ് അയക്കുന്നു, ആ ഗുഡ്സിൽ എന്താണ് മൂവ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എപ്പോഴാണ്? റിമൂവൽ ഓഫ് ഗുഡ്സ് ഫോർ സപ്ലൈയർ ടു ദി റെസിപ്പിയൻ്റ്. എപ്പോഴാണോ തൻ്റെ സപ്ലൈയർ റെസിപ്പിയൻ്റ് ആ ഗുഡ്സ് കൊടുക്കുന്നത്. റിമൂവൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്ലൈയറുടെ കയ്യിലാണ് ഗുഡ്സ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ആർക്ക് പോവും? ആ ഗുഡ്സ് സപ്ലൈയറിൻ്റെ സ്ഥലത്ത് നിന്ന് റെസിപ്പിയൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ആ റിമൂവ് ചെയ്യുന്ന ഡേറ്റാണ് എന്ത് പറയുന്നത്? അന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത് എന്താ? വേർ ദി സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഇനി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ലെങ്കിലോ? അവിടെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലെങ്കിലോ? അപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഡെലിവറി ഓഫ് ഗുഡ്സ് മേക്കിംഗ് അവൈലബിൾ ദെയർ ഓഫ് ടു ദി റെസിപ്പിയൻറ്റ്. അതെന്നാണോ നമുക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് ആ ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ എപ്പോഴാണ് ഗുഡ്സ് റിമൂവ് ചെയ്യുന്നത് ആ ഡേറ്റ്. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ലെങ്കിലോ എപ്പോഴാണ് ഗുഡ്സ് ഡെലിവർ ചെയ്യേണ്ടത് ആ ഡേറ്റ്. ഓക്കെ, അതാണ് അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്ത എന്താ? ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഇപ്പോൾ സാധാരണ വീട്ടിൽ നമ്മൾ പത്രം വരുത്തുന്നു. പത്രത്തിന് നമ്മൾ ദിവസം എന്ത് ചെയ്യുക? ഓരോ ദിവസവും പത്രം ഇടുമ്പോൾ
സാധാരണ വീടുകളിലൊക്കെ എന്താ ചെയ്യുക, ഒരു ദിവസം പത്രം എല്ലാ ദിവസവും ഇടും, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് ഓരോ ദിവസമായിട്ടല്ല കൊടുക്കുക, നമ്മൾ മാസത്തിൽ ഒറ്റയ്ക്കാണ് ഒരുമിച്ചാണ് കൊടുക്കുക. അതേപോലെ ഗുഡ്സിൻ്റെ കേസിൽ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എന്താ, ഇപ്പോൾ ഒരു മാസം വേണ്ട ഗുഡ്സൊക്കെ സപ്ലൈയുടെ റെസിപ്പിന് കൊടുക്കും, പക്ഷേ അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ എന്താണ് ഒന്നിച്ച് മേടിക്കും. ഓക്കെ, അങ്ങനെയുള്ള കേസിന് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറയുക. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ എപ്പോഴാണ് ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ നോക്കുമ്പോൾ ദി ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ്. അതായത് എപ്പോഴാണ് ഇൻവോയ്സ് കൊടുക്കുന്നത്, തൻ്റെ സപ്ലയർ റെസിപ്പിയന് എപ്പോഴാണ് ഇൻവോയ്സ് കൊടുക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്, മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, സപ്ലയർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഒരു ദിവസം ഇത്ര രൂപ കണക്കിൽ സാധനങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, ഒരു മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് പോലെ അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ എന്താണ് എന്നാണ് ഈ സച്ച് പേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ്, എന്നാണ് പേയ്മെൻറ്റ് റിസീവ് ചെയ്ത ഡേറ്റോ, ഇതിൽ വിച്ച് എവർ ഈസ് ഏർലിയറാണ് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് സപ്ലൈയുടെ കേസിൽ എന്ത് ചെയ്യുക, ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുക. ഒന്നുകൂടി പറയാം, ഒന്ന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അതോ അല്ലെങ്കിൽ എന്താണ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ഡേറ്റ്. ഇതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് എന്തായിട്ട് കണക്കാക്കുക, കണ്ടിന്യൂസ് സപ്ലൈയുടെ കേസിൽ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തത് നോക്കാൻ പോകുന്നത് സെൻഡ് ഓർ ടേക്കൺ ഫോർ അപ്രൂവലിൻ്റെ കേസിൽ. അങ്ങനെയുള്ള കേസിലൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് അപ്രൂവലിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക എന്നാണ് പറയുന്നത്. ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് എന്നാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അല്ലെങ്കിലോ ഓർ അറ്റ് ദി ടൈം ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ. ഗുഡ്സ് റിമൂവ് ചെയ്തതിന് മുമ്പ് ശേഷമുള്ള 6 മാസം ഇതിലേതാണ് വിച്ച് എവിടെ ഈസ് ഏർലിയർ ആണ് എന്ത് ചെയ്യുക, എന്തായിട്ട് കണക്കാക്കുക, അവിടെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ നോക്കിയത് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അതുമായി റിലേറ്റ് ചെയ്തിട്ട് ടൈം ഓഫ് സപ്ലൈയുടെ കേസിൽ ഒരു പ്രോബ്ലം ഇല്ലുസ്ട്രേഷൻ 12 കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് മുന്നായിട്ട് ഒന്നുകൂടി ഓടിച്ച് വിടുകയാണ്. ഫസ്റ്റ് വണ്ണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഗുഡ്സിൻ്റെ കേസ് എന്താ നോക്കേണ്ടത്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സ്, എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് വിച്ച് റിക്വയർ ടു ബി ഇഷ്യൂ ഓ ദി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അതും അല്ലെങ്കിലോ ഡേറ്റ് ഓഫ് വിച്ച് സപ്ലൈയർ റിസീവ്സ് പേയ്മെൻറ്റ്, സപ്ലൈയൊക്കെ എപ്പോഴാണ് എമൗണ്ട് റിസീവ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ്. ഈ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്തു ആവാം, അതിൽ എപ്പോഴാണ് സപ്ലയർ വിച്ച് പേയ്മെൻറ്റ് ഈസ് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്, സപ്ലയറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഓർ വിച്ച് ദി പേയ്മെൻറ്റ് ക്രെഡിറ്റഡ് ടു ദി ബാങ്ക് അക്കൗണ്ട്, എപ്പോഴാണ് ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത് ആ ഡേറ്റ്. അതാണ് ഇത് നമ്മൾ മെയിനായിട്ട് സംസാരിച്ചത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കി വെക്കാം. പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്, ഇല്ലുസ്ട്രേഷൻ 12, അതിൽ ഇൻവോയ്സ് ഇഷ്യൂഡ് ഓൺ എന്നാണ് 15/4/2023 റിമൂവ് ചെയ്ത് ഗുഡ്സ് റിമൂവ് ചെയ്ത് എന്നാണ് 20/4/2023 ഗുഡ്സ് മെയ്ഡ് അവൈലബിൾ ഗുഡ്സ് അവൈലബിൾ ആയത്. ഓക്കെ, അതെന്നാ 20/4/2023 പേയ്മെൻറ്റ് കിട്ടിയതെന്നാ 19/4/2023. ഇതിൽ പേയ്മെൻറ്റ് കേസിൽ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ എന്നാണ് ബുക്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത ഡേറ്റ് ഒന്നും കണക്കാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പേയ്മെൻറ്റ് റിസീവ്ഡ് ഓൺ ആ ഡേറ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന 15-ാം തീയതിയാണ്, പേയ്മെൻറ്റ് റിസീവ് ചെയ്തിരിക്കുന്നത് 19-ാം തീയതിയാണ്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എത്രയാണുള്ളത്, നമ്മൾ ലാസ്റ്റ് ഡേറ്റ് അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിച്ച് റിക്വയർഡ് ടു ബി ഇഷ്യൂ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഇവിടെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്ന് വിചാരിക്കും. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മൂവ്മെൻറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എന്നാണ്, റിമൂവൽ ഓഫ് ഗുഡ്സ് ഓഫ് സപ്ലൈ ടു ദി റെസിപ്പിൻ്റാണ്, എപ്പോഴാണ് ഗുഡ്സ് റിമൂവ് ചെയ്യുന്നത് ആ ഡേറ്റാണ്. അപ്പോൾ 15-ാം തീയതിയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ ഇൻവോയ്സ് ഇഷ്യൂവിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശരിക്കും എന്താണ് 20/4 നമുക്ക് കണക്കാക്കാം. ഓക്കെ, നമ്മളൊരു ലോജിക്കിൻ്റെ പുറത്ത് നമ്മളിതുവരെ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് എന്താണ് 20/4/2023 കണക്കാക്കാം.
പേയ്മെൻറ്റ് 19 തീയതിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഏർലിയറുടെ 15-ാം തീയതിയാണ്. അതേപോലെ രണ്ടാമത്തെ കേസ് നോക്കുക, 15/5 എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. റിമൂവൽ ഓഫ് ഗുഡ്സ് 20/4 ഗുഡ്സ് മെയ്ഡ് അവൈലബിൾ ഓൺ എന്നാണ് 20/4 19-ാം തീയതി പേയ്മെൻറ്റ് കിട്ടും ചെയ്തു. ഓക്കെ, പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 19-ാം തീയതിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആ കേസിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 20-ാം തീയതി ആയിട്ടാണ്. റിമൂവൽ ഓഫ് ഗുഡ്സ് ആ ഡേറ്റാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് 15/4/2023 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. അതേപോലെ ഗുഡ്സ് അവൈലബിൾ ആയിട്ടുള്ള 20/4 പേയ്മെൻറ്റ് റിസീവ് ചെയ്തത് 27-ാം തീയതിയാണ്. അങ്ങനെയെങ്കിൽ അവിടെ എന്താ വിച്ച് എവർ ഈസ് ഏർലിയർ വരുന്നത് 15/4. ഓക്കെ, അപ്പോൾ 15-ാം തീയതിയാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. നമുക്ക് വായിച്ച് നോക്കി തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, 15-ാം തീയതി 15/5 മെയ്യിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് അവൈലബിൾ ആയിട്ടുള്ള 20/4 പേയ്മെൻറ്റ് കിട്ടിയത് 30-ാം തീയതിയാണ്. അപ്പോൾ ഏതാണ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറഞ്ഞാൽ ഏതാ, 20/4. അപ്പോൾ അതാണ് എന്ത് ടൈം ഓഫ് സപ്ലൈ. അടുത്ത എന്താണ്, 15/6 എന്ത് ചെയ്തു, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. 20/6 റിമൂവ് ചെയ്തു. 20/4 എന്ത് ചെയ്തു, ഗുഡ്സ് അവൈലബിൾ ആയി. ഓക്കെ, 19/3 എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് റിസീവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിലും ഇവിടെ ഇൻവോയ്സ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത് 15/4. ഓക്കെ, 15/4 എന്തായിട്ട് കണക്കാക്കി, ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതിൽ ചെറിയ ഡൗട്ട് ഉണ്ട്, എനിക്കും ചെറിയ ഡൗട്ട് ഉണ്ട് ഇതെന്താ ഇങ്ങനെ കൊടുത്തതെന്നുള്ളത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോബ്ലം ആ ഒരു ലെവലിലാണോ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണോ എന്നാണല്ലോ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ദെൻ അടുത്തത് ഇലിസ്ട്രേഷൻ 13 നോക്കാം. രമേശ് ഇഷ്യൂസ് ഇൻവോയ്സ് ഓഫ് ₹54,200 for supply of goods on 10/4/2022 and received 55,000 in his bank account through NEFT. എന്താണ്, രമേശ് 54,200 രൂപയുടെ 54,200 ഇൻവോയ്സ് 10/4 എന്ത് ചെയ്തു, നമ്മുടെ റെസിപ്പിയൻറ്റിന് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ ഈ 54,200 അയക്കുന്നതിന് പകരം തൻ്റെ റെസിപ്പിയൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര രൂപ അയച്ചു, അല്ല സപ്ലയറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര രൂപ അയച്ചു, 55,000 നെഫ്റ്റ് വഴി അയച്ചു. അതെന്നാണ് ബാങ്കിൽ ബുക്സ് അക്കൗണ്ടിൽ ആ ഡേറ്റ് തന്നെ 10/4 തന്നെ എന്ത് ചെയ്തു, അത് നെഫ്റ്റ് ചെയ്തു, ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ 10/4 എന്ത് പറയുന്നത്, 10/4 നമുക്ക് എന്ത് ചെയ്തു, ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വന്നു. ഓക്കെ, വിച്ച് ഈസ് ക്രെഡിറ്റഡ് ടു ദി ബുക്സ് അക്കൗണ്ട്. ബുക്സ് അക്കൗണ്ടിൽ എപ്പോൾ എഴുതിയത്, 11/4 ബുക്സ് അക്കൗണ്ടിൽ എഴുതിയത്. അങ്ങനെയെങ്കിൽ ഡിറ്റർമൈൻ ദി ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ടൈം ഓഫ് സപ്ലൈ ഓഫ് SS റെസീപ്റ്റ്. ഹൗ ഷാൾ യുവർ ആൻസർ ഡിഫർ ഇഫ് ഹി റിസീവ്ഡ് 75,000 ഇൻസ്റ്റെഡ് ഓഫ് 55,000. ഓക്കെ, അപ്പോൾ എന്താ ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇപ്പോൾ 55,000 പകരം 75,000 രൂപയാണ് റിസീവ് ചെയ്തതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ വരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ 3 ഡേറ്റ് നമ്മൾ എടുക്കണം. ഏതൊക്കെയാണ്, ഫസ്റ്റ് ഡേറ്റ് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് തന്നിട്ട് അല്ലേ. ഇൻവോയ്സ് എന്നാ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, 10/4/2022 അല്ലേ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കിട്ടി. ഇനി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ അവിടെ, ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ ഇൻവോയ്സ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നോക്കണ്ട. അടുത്തത് എന്താ, വേറെ എന്ത് ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്, ബുക്സ് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ഡേറ്റ്, ദ ഡേറ്റ് ഓൺ വിച്ച് ദി എമൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്, 55,000 എന്നാണ് 10/4/2022. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റും സെയിമാണ്, അതേപോലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത ഡേറ്റും സെയിമാണ്. ഇനി ബുക്സ് അക്കൗണ്ടിൽ പ്ലേ ചെയ്ത് 11/4. ഓക്കെ, അപ്പോൾ 3 ഡേറ്റ് ഉണ്ട്. 10-ാം തീയതി എന്ത് ചെയ്തു, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. അതേപോലെ 10-ാം തീയതി തന്നെ എന്ത് ചെയ്തു, ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. 11-ാം തീയതി എന്താ, ബുക്സ് അക്കൗണ്ടിലേക്ക് എഴുതി. അങ്ങനെയെങ്കിൽ ഏത് ഡേറ്റാണ്, വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറഞ്ഞാൽ ഏതാ, 10-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ അതാണ് എന്ത് വരിക, ഇവിടെ എന്താ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇനി രണ്ടാമത്തെ നമ്മുടെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ 54,200 അയക്കുന്നതിന് പകരം നമ്മുടെ
റെസിപ്പിൻ്റെ എത്ര രൂപ അയച്ചു തന്നത്? 55,000 അയച്ചു. ഓക്കെ, അപ്പോൾ എത്ര രൂപ എസ് എസ് ഉണ്ട്? 800 രൂപയുണ്ട് അല്ലേ? അപ്പോൾ ഈ 800 രൂപ എന്താ ചെയ്യാമെന്നാണ് പറഞ്ഞത്? നമ്മുടെ എസ് എസ് എമൗണ്ട് 1000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അടുത്ത സപ്ലൈയിലാണ് എന്ത് ചെയ്യുക? കണക്കാക്കുക, കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞു. 1000 രൂപയ്ക്ക് മുകളിലാണെങ്കിലോ അത് അതേ സപ്ലൈ തന്നെ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ? 800 രൂപയാണ് എസ് എസ്. അതെന്താണ്? 1000 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് അടുത്ത സപ്ലൈയിലാണ് കൺസിഡർ ചെയ്യുക. അതാണ് ബിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സിയിൽ എന്താ? ആൾട്ടർനേറ്റീവ് സിറ്റുവേഷനിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ 75,000 55,000 പകരം 75,000 സപ്ലൈ ചെയ്യുന്നതെങ്കിലോ, അങ്ങനെയെങ്കിൽ അവിടെ 20,800 രൂപയാണ് എന്താ എസ് എസ് എമൗണ്ട് വരിക. അപ്പോൾ ഈ എസ് എസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് അതേ ദിവസം തന്നെ അതേ സപ്ലൈ തന്നെ, അതേ ഇൻവോയ്സ് ഡേറ്റ് തന്നെ എന്താ അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലിസ്ട്രേഷൻ 2 പ്രോബ്ലംസ് നമ്മൾ നോക്കി. ഇനി അടുത്തത് നമുക്കിതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഫോർവേഡ് ചാർജ് പഠിച്ചു. സെക്ഷൻ 12 സബ്സെക്ഷൻ 2ലാണ് ഫോർവേഡ് ചാർജ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത റിവേഴ്സ് ചാർജ് വരുന്നത് ഏതിലാണ്? സെക്ഷൻ 12 സബ്സെക്ഷൻ 3ലാണ് കേട്ടോ വരുന്നത് റിവേഴ്സ് ചാർജ് വരുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണെന്നുള്ളത് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം സപ്ലയർ ആയിരിക്കില്ല ടാക്സ് അടയ്ക്കുക, മറിച്ച് ആരായിരിക്കും? റെസിപ്പിയൻ്റ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. അതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുന്നത് നോക്കാം. അതിലും ഇതേപോലെ തന്നെ 3 കണ്ടീഷൻ ഉണ്ട്. എന്താ? ദി ഡേറ്റ് ഓഫ് ദി റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് എന്നാണ് റെസിപ്പിയൻറ്റിന് ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ഡേറ്റ്. ഓക്കെ, ഒരു ഡേറ്റ് ഏതാ? ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഗുഡ്സ്. രണ്ടാമത്തെ ഡേറ്റ് ഏതാ? ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ആസ് എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി റെസിപ്പിയൻറ്റ്. അതായത് റെസിപ്പിയൻറ്റിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്നാണോ നമ്മൾ എഴുതുന്നത് ആ ഡേറ്റ്. ഓക്കെ, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ആ ഡേറ്റ്. അല്ലെങ്കിലോ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് ഡെബിറ്റഡ് ഫ്രം ദി ബാങ്ക് അക്കൗണ്ട് ഓഫ് ദി റെസിപ്പിയൻറ്റ്. ഓക്കെ, റെസിപ്പിയൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്നാണോ പണം ഡെബിറ്റ് ആവുന്നത് ആ ഡേറ്റ്. ഓക്കെ, അതാണ് 3ാമത്തെ കേസ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിലോ 4ാമത്തെ കേസ് എന്താ? 31st ഡേ ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള 31ാമത്തെ ദിവസം എന്നാണോ ആ ഡേറ്റ്. ഓക്കെ, എന്താണ്? ഇൻവോയ്സ് എന്നാണ് ഇഷ്യൂ ചെയ്തത്, ആ ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള 31ാമത്തെ ദിവസം എന്നാണ് അത്. ഇപ്പോൾ ഇന്ന് 15-ാം തീയതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എത്രയാണ്? ഇന്നിപ്പോൾ 15-ാം തീയതി എന്ന് വിചാരിക്കും. ഈ മാസം 15-ാം തീയതി എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് 15-ാം തീയതിയാണെന്ന്. അങ്ങനെയെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 15-ാം തീയതിയാണ്. അപ്പോൾ 31st ഡേ ഓഫ് വിച്ച് ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് 15-ൻ്റെ കൂടെ ഒരു 31 ദിവസം ആഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ എന്താ? അടുത്ത മാസം എത്രയാവും? 16-ാം തീയതിയാവും. ഓക്കെ, ഇന്നത്തെ ഇൻവോയ്സ് ഇഷ്യൂ ഡേറ്റിൻ്റെ ഒപ്പം ഒരു 31 ദിവസം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഡേറ്റ് കിട്ടും. അപ്പോൾ അന്നായിരിക്കും. ഇപ്പോൾ ഇന്ന് 15 മെയ് ആണെങ്കിൽ എന്താണ്? അതിന് 31 ദിവസം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 മെയ് 16 ജൂൺ അന്നാണ് എന്ത് പറയുന്നത്? 31st ഡേറ്റ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ് ടു ദി സപ്ലയർ എന്ന് പറയുന്ന ഡേറ്റ് വരും. ഓക്കെ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റിൻ്റെ ഒപ്പം ഒരു 31 ദിവസം ആഡ് ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഡേറ്റ്. അങ്ങനെ ഈ 4 ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ നമ്മൾ ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഇലസ്ട്രേഷൻ 15 കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ അമർ സപ്ലൈസ് ഗൂഡ്സ് ലയബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. കണ്ടോ? നമ്മൾ ഫോർവേഡ് ചാർജ് എന്ന് ജസ്റ്റ് ഒന്നും എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫോർവേഡ് ചാർജാന്ന് തോന്നും. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലയബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ സർവീസിൻ്റെ കാര്യം ആയിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഏതാണ് ഇപ്പോൾ ക്യാഷ് നെറ്റ് അങ്ങനെയുള്ള ഡീലർന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചാർജ് ബേസിസിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം കേട്ടോ, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ റിവേഴ്സ് ചാർജ് എന്താണെന്നുള്ളത് നമ്മൾ മെയിനായിട്ട് പഠിക്കണം. പിന്നെ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മിസ്റ്റർ അമർ സപ്ലൈസ് ഗുഡ്സ് ലയബിൾ ആൻഡ് റിവേഴ്സ് ചാർജ് ടു മിസ്റ്റർ നാദിന് എന്ത് ചെയ്തു? ഗുഡ്സ് സപ്ലൈ ചെയ്തു. യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ ടൈം ഓഫ് സപ്ലൈ കൺസിഡറിങ് ഫോളോയിങ് ഡീറ്റെയിൽസ്.
ടൈം ഓഫ് സപ്ലൈ കണക്കാക്കാനാണ് മക്കളെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. 1/4/2022 മിസ്റ്റർ നാദ് അപ്രോച്ചസ് മിസ്റ്റർ അമർ ആൻഡ് പ്ലേസസ് ആൻ ഓർഡർ. എനിക്ക് നാദ് ആരിനെ അപ്രോച്ച് ചെയ്തു? അമറിനെ അപ്രോച്ച് ചെയ്തു. എന്തിന്? ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്തു. അത് നമുക്ക് റെലവൻ്റ് അല്ല, ആ ഡേറ്റ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ. രണ്ടെന്താ? 10/4/2022 മിസ്റ്റർ നാദ് റിസീവ്സ് ദ ഗുഡ്സ്. നാദിന് റെസിപ്പിന് എന്ത് കിട്ടി? ഗുഡ്സ് റിസീവ് ചെയ്തു. എന്നാണ്? 10/4/2022. ആ ഡേറ്റ് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ. അടുത്ത് 15/4/2022 മിസ്റ്റർ അമർ ഇഷ്യൂസ് ആൻ ഇൻവോയ്സ്. എന്താണ്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. എന്നാണ്? 15/4 ഓക്കെ. 15/4 എന്ത് ചെയ്തു? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ഓക്കെ. ആ ഡേറ്റ് നമുക്ക് ഇവിടെ റെലവൻ്റ് അല്ല, എന്നാലും നമ്മൾ നോക്കാം. റെലവൻ്റ് ആണ്, നമുക്ക് നോക്കണം. ഡി സെക്ഷൻ, അതായത് 4ാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ ഡേറ്റ് നമുക്ക് വേണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് മറ്റേ കണ്ടീഷനിലേക്ക് പോയിക്കാതെ ഡേറ്റ്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ. അടുത്ത് 20/4/2022 മിസ്റ്റർ നാദ് മേക്സ് എ പേയ്മെൻറ്റ് ബൈ ചെക്ക് ആൻഡ് അക്കോർഡിംഗ്ലി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. മിസ്റ്റർ നാദിന് എന്താണ്? പേയ്മെൻറ്റ് ചെയ്തു. ആ പേയ്മെൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തു? 20/4 റെക്കോർഡ് ചെയ്തു. അടുത്തെന്താ? 25/4/2022 പേയ്മെൻറ്റ് ഗെറ്റ്സ് ഡെബിറ്റഡ് ഫ്രം നാദ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിന് എന്ന് പേയ്മെൻറ്റ് ഡെബിറ്റ് ചെയ്തു? 25-ാം തീയതി. അപ്പോൾ ഇതൊരു സുഖമല്ലേ, എളുപ്പമല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ടൈം ഓഫ് സപ്ലൈയിൽ ഫസ്റ്റ് എന്താ നോക്കുക? ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഗുഡ്സ്. എന്നാണ് ഗുഡ്സ് റിസീവ് ചെയ്തത്? നോക്കാം. എന്നാ റിസീവ് ചെയ്തത്? 10-ാം തീയതി. ഓക്കെ. ഡേറ്റ് കിട്ടി. 10-ാം തീയതി റിസീവ് ചെയ്തു. രണ്ടാമത്തെ എന്താ? ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ആസ് റെക്കോർഡ് ഇൻ ദി ബുക്സിൽ എന്നാണോ റെക്കോർഡ് ചെയ്തത്? ബുക്സിൽ എന്നാ റെക്കോർഡ് ചെയ്തത്? എത്രയാ? 20/4 റെക്കോർഡ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇതിൽ വിച്ച് ഓഫ് ദീസ് ഏർലിയർ എന്താ? 10-ാം തീയതിയാണ്. ഏർലിയർ 10-ാം തീയതിയാണ്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ആരാ? 10-ാം തീയതിയാണ് ടൈം ഓഫ് സപ്ലൈ വരിക. തീർന്നോ? തീർന്നില്ല. ഇനി നമ്മൾ എന്താ അടുത്ത കേസ് നോക്കണം. ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഇസ് ഡെബിറ്റഡ് ഫ്രം ദി ബാങ്ക് അക്കൗണ്ട്. എന്നാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ഡെബിറ്റ് ആയത്? അതായത് റെസിപ്പിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ഡെബിറ്റ് ആയത്. ആ ഡേറ്റ് എന്നാ ഡെബിറ്റ് ആയത്? 25/4/2022. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴോ 10-ാം തീയതി, 20-ാം തീയതി, 25-ാം തീയതി. ഇതിൽ ഏതാണ് വിച്ച് ഓഫ് ദീസ് ഏർലിയർ? ഏതാ? 10-ാം തീയതി അല്ലേ? അപ്പോൾ നമ്മൾ 3 കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോഴും നമുക്ക് ടൈം ഓഫ് സപ്ലൈ കിട്ടിയത് എത്രയാണ്? 10-ാം തീയതിയാണ്. ഓക്കെ. ഇനി ഒരു കണ്ടീഷൻ കൂടി ഇല്ലേ? അതുകൂടി നോക്കണ്ടേ? നോക്കാം. എന്താണ്? 31st ഡേ ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. 31st ഡേ എന്നാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ശേഷമുള്ള 31st ഡേ എന്നാണ് എന്നുള്ളതാണ് നോക്കണം. ഇൻവോയ്സ് എന്നാണ് ഇഷ്യൂ ചെയ്തത്? 15-ാം തീയതി. 15/4 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 31st ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ കണക്കാക്കിയിട്ടുണ്ട് 31 ദിവസം. 15-ാം തീയതിക്ക് ശേഷം 31 ദിവസം ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്താ? 16/5/2022 എന്ന് വരും. അതാണ് എന്ത് പറയുന്നത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള 31st ഡേ. അപ്പോൾ നമ്മൾ 10-ാം തീയതിയും 16-ാം തീയതിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പോഴും നമുക്ക് വിച്ച് ഓഫ് ദീസ് ഏർലിയർ ഏതാ കിട്ടുന്നത്? 10-ാം തീയതിയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ടൈം ഓഫ് സപ്ലൈ എന്താവും? 10-ാം തീയതിയാണ് വരിക. എന്തുകൊണ്ട്? വിച്ച് ഓഫ് ദീസ് ഏർലിയർ കണക്കാക്കുന്ന സമയത്ത് ടൈം ഓഫ് സപ്ലൈ എന്നാണ് വരിക? 10-ാം തീയതി ആയിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇതേ കേസിന് നമ്മൾ ഒന്നുകൂടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറൊരു പ്രോബ്ലം പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡേറ്റ് ഓഫ് റെസീറ്റ് എന്ന് പറയുന്നത് എന്താ? 30/4 ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് തന്നാൽ 20/4. അപ്പോൾ വിച്ച് ഓഫ് ദീസ് ഏർലിയർ നമ്മൾ ഈ രണ്ട് കണ്ടീഷനും നോക്കുന്ന സമയത്ത് ഏതാണ്? 20/4 ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരിക. അടുത്ത ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഇസ് ഡെബിറ്റഡ് ഫ്രം ദി ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ആയിരിക്കുന്ന എന്നാ? 25/4. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 20/4 എന്തായിട്ട് വരിക? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഇനി 31st ഡേ അത് എന്നാണ് കണക്കാക്കുമ്പോഴോ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് നമ്മൾ നേരത്തെ കേസിൽ തന്നെ, അത് കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ തന്നെ ഒരു ഇതാണ് കേട്ടോ. കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് കേസാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നാ? 15/4 അല്ലേ? അതിൻ്റെ 31st ഡേ പറഞ്ഞാൽ എന്താ? 16-ാം തീയതി. ഓക്കെ. 16-ാം തീയതിയാണ് എന്തായിട്ട് വരുന്നത്? 16/5/2023 എന്തായിട്ട് വരിക? ഈ 31st ഡേ ഫ്രം ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 16/5 20/4 ഏർലിയർ? തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഏതാണ് വരിക? 20/4 ഏർലിയർ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ
20/4/2023 എന്ത് പറയുന്നത്, ടൈം ഓഫ് സപ്ലൈ ഓഫ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ളത് ഈ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടുന്ന ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ചാർജിൻ്റെ കേസിലും റിവേഴ്സ് ചാർജിൻ്റെ കേസിലും ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇത് എല്ലാവരും ഓർത്ത് വെക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ടൈം ഓഫ് സപ്ലൈ കാര്യങ്ങൾ, വൗച്ചർ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിത് തന്നെ എല്ലാം ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഞാൻ തൊട്ട് മുന്നിലുള്ള പ്രോബ്ലത്തിൽ എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇല്ലസ്ട്രേഷൻ 12 കൺഫ്യൂഷൻ ഉണ്ട്. ഞാനും അതൊന്നും കൂടി നോക്കേണ്ടതായിരുന്നു. എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. എങ്കിൽ കൂടി ഞാൻ ഒന്നും കൂടി റെഫർ ചെയ്തു. ടെക്സ്റ്റ് ബുക്കിലെ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണോ അതോ എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ വീഡിയോ ബാക്കിയുള്ള എൻ്റർലി നിങ്ങൾ നോക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ നമ്മൾ ക്വാളിറ്റി വേസിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ക്വാളിറ്റി നമ്മുടെ വീഡിയോയുടെ പുറത്തുള്ള നമ്മുടെ ഡിസ്പ്ലേ ചെയ്യുന്ന ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പരിമിതമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാമറ കാര്യങ്ങൾ അങ്ങനെയുള്ള യൂസ് ചെയ്തിട്ടാണ് ഇതിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പിന്നീട് ഒരു ചാനലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന സമയത്ത് നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ വരുത്താം. അങ്ങനെ മാറ്റം വരുത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാം ഇല്ലെങ്കിലും 90% എങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലാവുന്നുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.